ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കുന്നത്. പാൽപുട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കറിയൊന്നും വേണ്ട ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നിറപറയുടെ വൈറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഇത് മധുരമുള്ളൊരു പുട്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ റെസ്റ്റ് ടൈമിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. സാധാരണയായിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴും ഇതേപോലെ പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ചിരവിയെടുക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ പാനിൽ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരും വേണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ക്യാരറ്റ് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി പോവുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടിയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർത്തിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാനിനി ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ക്യാരറ്റും ഒക്കെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ ചൂടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഉടച്ചിട്ട് മിക്സ് ചെയ്യാതെ ജസ്റ്റ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് പ്രധാനപ്പെട്ട ചേരുവയായിട്ടുള്ള പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മാവ് തന്നെ ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാൽപ്പൊടിയും അതുപോലെ പഞ്ചസാരയും നെയ്യും തേങ്ങയും ഒക്കെ കൂടി ചേർത്തിട്ടുള്ളതായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു മാവ് തന്നെ. ഇതിനിപ്പോൾ പുട്ടുകുറ്റിയിലാണ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി, അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് പുട്ടുകുറ്റിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. പകുതി മാവിട്ട ശേഷം വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. രാവിലെ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ പുട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറണം നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാവും തീർച്ചയായിട്ടും ഈ ഒരു പുട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.